ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം ഭക്തോത്തമനായ ഭക്താഗ്രേസരനായ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി ഭക്തബന്ധുവായ ഭക്തവത്സലനായ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച അക്ഷര നൈവേദ്യം, അതിനെ നാം ഇതാ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 162 ദിവസം ശ്രീമന്നാരായണീയം 16-ാമത്തെ ദശകം 4-ാമത്തെ ശ്ലോകം ആണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അർത്ഥം, ശ്ലോകം ശ്രീഹരിയ പാരായണം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാൽസി. ശക്രോധ തേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ മാരം. അഥാ ത്വം ഭ്രാതൃമാൻ മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി ബദരികാശ്രമം അധ്യവാൽസി. അഥാ ശക്ര തേ ശമതപോബലനിസ്സഹാത്മാ മാരം ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ. ഇവിടെ
അഥാ ത്വം ഭ്രാതൃമാൻ മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി. സഹസ്രകവചനെ നിഗ്രഹിച്ചതിന് ശേഷം അനന്തരം അഥാ ത്വം അവിടുന്ന് ഭ്രാതൃമാൻ ആ നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ മോക്ഷധർമ്മത്തെ ആചരിക്കുകയും ഉപദിശൻ അപി ഉപദേശിക്കുന്നവനുമായി ബദരികാശ്രമം അധ്യവാൽസി ബദരികാശ്രമം അധ്യവാൽസി ബദരികാശ്രമത്തിൽ താമസിച്ചു. സ്വയം ഉപദേശിക്കുന്ന ധർമ്മം അത് സ്വയം അനുഷ്ഠിച്ചാലേ ഉപദേശം വേണ്ട പോലെ ആവുള്ളൂ. ഇപ്പം പലപ്പോഴും നമ്മൾ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അത് അതേപോലെ ആചരിക്കാൻ സാധിക്കാറില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആചാര്യൻ എന്ന് പറയുന്നത് പോലും പല സമയത്തും ശരിയല്ല തോന്നും. ആചരിക്കുന്നവനാണ് ആചാര്യൻ, അല്ലേ? ആചരണം വളരെ കഠിനമേറിയതാണ്. പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്, പ്രവർത്തിച്ചു പറഞ്ഞ ആളാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത ആളാണ്. അങ്ങനെയുള്ള ആ നരനാരായണന്മാരെ ബദരികാശ്രമത്തിൽ താമസിക്കുന്നു. ഈ സമയത്ത് അധാ ശക്രഹ ശക്രൻ ദേവേന്ദ്രൻ തേ ശമതപോബല നിസ്സഹാത്മാ ശമം തപോബലം ഇതിലൊക്കെ ഈർഷ്യയുള്ളവനായി അസൂയയുള്ളവനായി. ഇങ്ങനെ തപസ് ചെയ്താൽ ശരിയാവില്ല, തപസ് മുടക്കുക. ഇന്ദ്രന്റെ സ്വഭാവം തന്നെ അതാണ്, അല്ലേ? അതിനു വേണ്ടിയാണ് ഇന്ദ്രൻ കുറെ ആളുകളെ കൂടെ കൊണ്ട് നടക്കുന്നത്, കാമദേവൻ അടക്കമുള്ളവരെ. അങ്ങനെ മാരം ദിവ്യാംഗനാ പരിവൃതം പ്രതിഘായ മാരനെ കാമദേവനെ നിരവധിയായ മാലിനിമാരോടുകൂടി സ്വർഗസുന്ദരികളോടുകൂടി അവിടേക്ക് പറഞ്ഞയച്ചു. ദുഷ്ടനിഗ്രഹം മോക്ഷധർമ്മോപദേശം എന്നീ രണ്ട് പ്രയോജനങ്ങളാണ് നരനാരായണാവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ദുഷ്ടനിഗ്രഹം ആ സഹസ്രകവചനെ നിഗ്രഹിച്ചു. ഇപ്പോൾ ഇതാ ലോകത്തിന് വേണ്ട പോലെയുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നരനാരായണന്മാരുടെ അടുത്തേക്ക് ദേവേന്ദ്രൻ കാമദേവനെയും അതേപോലെ കാമസ്വരൂപിണികളായിരിക്കുന്ന കാമിനിമാരായ സ്വർഗസുന്ദരിമാരെയും പറഞ്ഞയച്ചു എന്ന് പറയുന്നു. ആ ഭാഗം നമുക്ക് ദാ ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 നരനാരായണന്മാരാം ലോകൈകമൂർത്തേ നാരായണനായ ഭവാൻ സോദരനാം നരനൊപ്പം ബദരികാശ്രമത്തിങ്കൽ വസിക്കും കാലം അവിടുത്തെ തപസ്സിനെ ഇളക്കാനായി ദേവേന്ദ്രനും കാമദേവാദികളെയും പറഞ്ഞയച്ചു. നാരായണ 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 നരനാരായണന്മാരാം വായുപുരേശ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.